ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി ഓരോ വർഷവും ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് കേരളം വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. വിദ്യാഭ്യാസത്തിനായാണ് വിദേശത്തേക്ക് പോകുന്നതെങ്കിലും മെച്ചപ്പെട്ട തൊഴിലും അവിടുത്തെ സ്ഥിരതാമസവുമാണ് ഭൂരിപക്ഷത്തിൻ്റെയും ലക്ഷ്യം. പാശ്ചാത്യ രാജ്യങ്ങളിലെ സാമൂഹ്യ സുരക്ഷയും ജീവിത നിലവാരവും പഠിക്കുന്ന സമയത്ത് തന്നെ പാർട്ട് ടൈം ജോലി ചെയ്ത് സമ്പാദിക്കാം എന്നതുമാണ് വിദേശങ്ങളിലേക്ക് പോകാൻ കേരളത്തിലെ ചെറുപ്പക്കാരെ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ ഉന്നത വിദ്യാഭ്യാസം നേടിയാലും സർക്കാർ സർവീസിൽ ക്ലറിക്കൽ ജോലികൾ ചെയ്ത് ജീവിതം തുലയ്ക്കാൻ ഇന്നത്തെ യുവതലമുറ തയ്യാറല്ല എന്ന് ചുരുക്കം. കേരളം വിടുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 5 വർഷം കൊണ്ട് ഇരട്ടിയായെന്നാണ് സംസ്ഥാന സർക്കാർ നടത്തിയ സർവേയിൽ വ്യക്തമായത്. സംസ്ഥാനത്ത് 2018 1,29,763 വിദ്യാർത്ഥി കുടിയേറ്റക്കാരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2023 ആയപ്പോഴേക്കും അത് 2,50,000 വർദ്ധിച്ചു. കേരളത്തിൽ നിന്നുള്ള പ്രവാസത്തിൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ കണക്ക്. 17 വയസ്സിന് മുൻപ് തന്നെ നാടുവിടുന്നവരുടെ എണ്ണം കൂടുന്നതായും സർവേയിൽ വ്യക്തമായിരുന്നു. കേരളത്തിൽ നിന്നുള്ള മൊത്തം പ്രവാസികളിൽ 11.3% പേർ വിദ്യാർത്ഥികളാണ്. ഇതിൽ 30% UK-യിലാണ് പഠിക്കുന്നതെന്നും സർവേയിൽ പറയുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് വടക്കൻ ജില്ലകളിലാണ്. മലപ്പുറം, തിരൂർ താലൂക്കാണ് പ്രവാസികളുടെ എണ്ണത്തിൽ മുന്നിൽ. 1,00,000 പ്രവാസികളാണ് ഇവിടെ നിന്നുള്ളത്. ഇടുക്കിയിലെ ദേവികുളം താലൂക്കാണ് പ്രവാസികളുടെ എണ്ണത്തിൽ ഏറ്റവും പിന്നിൽ. ഏറ്റവും കൂടുതൽ മലയാളി കുടിയേറ്റക്കാരുള്ളത് ഗൾഫ് രാജ്യങ്ങളിൽ തന്നെയാണ്. എന്നാൽ ഇതിലും കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2018 89.2% പേരും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ താല്പര്യമെടുത്തപ്പോൾ 2023 അത് 80.5% കുറഞ്ഞു. എന്നാൽ കേരളത്തിലെ ചെറുപ്പക്കാരെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റില്ല എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. വിദേശത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്കു തടയാനുള്ള സ്റ്റഡി ഇൻ കേരള പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകി. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സമർപ്പിച്ച പദ്ധതി നിർദ്ദേശം അംഗീകരിച്ച സർക്കാർ ഉത്തരവും പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുക, പുറമേ നിന്നുള്ള വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കുക, വിദേശ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കുക, ഡിമാൻഡുള്ള കോഴ്സുകൾക്ക് കൂടുതൽ പ്രചാരണം നൽകുക, ഹ്രസ്വകാല കോഴ്സുകൾക്ക് കൂടുതൽ വ്യാപിപ്പിക്കുക, മൂന്നാം ലോക രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ പ്രത്യേക പദ്ധതി തുടങ്ങിയ വിവിധ കാര്യങ്ങളായിരിക്കും സ്റ്റഡി ഇൻ കേരളയിലൂടെ നടപ്പാക്കുക.